നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് രോഗി മരിക്കാനിടയായത് ഡോക്ടർമാരുടെ നോട്ടപ്പിഴവ് മൂലമെന്ന് ആരോപണം. അതീവ ഗുരുതരാവസ്ഥയിലായ വിവരം ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ച് മെഡിക്കൽ കോളേജിലേക്ക് കയറ്റിവിട്ടതായും കോൺഗ്രസ്. ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ നിലയിലാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങിയയാൾ 2 വർഷത്തിനു ശേഷം പിടിയിൽ. വിയൂർ പാടൂക്കാട് സ്വദേശി ഹെൻറിയാണ് മുംബൈ എയർപോർട്ടിൽ വെച്ച് ചെറുതുരുത്തി പോലീസിന്റെ വലയിലായത്. 40 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കവർന്ന ശേഷം 2024 മുതൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് തിരഞ്ഞുവരികയായിരുന്നു. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിലെത്തി പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 11ാമത് രാജ്യാന്തര ചലച്ചിത്രമേള താളം തിയേറ്ററിലെ ഭാരതൻ നഗറിലാണ് തുടക്കമായത്. ലോക സിനിമയിലെ മികച്ച 15 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയിൽ കുട്ടികൾക്കായി ഒരുക്കിയ പല്ലൊട്ടി എന്ന ചിത്രത്തിന് നിറഞ്ഞ സദസ്സിൽ വൻ സ്വീകാര്യത. വൈവിധ്യമാർന്ന സിനിമകൾക്കൊപ്പം ഡോക്യുമെന്ററികളും ഓപ്പൺ ഫോറങ്ങളും മുഖാമുഖവും ഉൾപ്പെടുത്തി ചലച്ചിത്ര പ്രേമികൾക്കായി വടക്കാഞ്ചേരിയിൽ വിപുലമായ ഒരുക്കങ്ങൾ. പന്നിത്തടം ജംഗ്ഷനിൽ അപകടങ്ങൾ കുറയ്ക്കുവാൻ കർശന നടപടികളുമായി അധികൃതർ. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസും സംഗമിക്കുന്ന ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ MLAയുടെ നിർദ്ദേശം. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനായി കെൽട്രോണിനെ ചുമതലപ്പെടുത്തി. അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും ഉന്നതതല യോഗം വിളിക്കുവാനും തീരുമാനം.